വെള്ളം തീർച്ചയായിട്ടും കമ്പനിയിൽ പോകണ്ടേ? ഇന്ന് ശരി ചേട്ടാ, പോണേ. ശരി ശരി, നടക്കട്ടെ. ഇങ്ങനെ പോകും നമ്മുടെ സമരമൊക്കെ. ഇതാ ഇങ്ങനെയൊക്കെ പോകുന്നു. ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. ദിവസം കൂടുന്നത് ആൾക്കാർ കുറഞ്ഞു വരിക. ഇത് എത്ര നാളോടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ കഷ്ടപ്പാട് വെറുതെ ആകില്ല. നമുക്ക് നോക്കാം. എന്നാൽ ശരി ടീച്ചറെ, വൈകുന്നേരം കാണാം. എങ്ങനെ പോണു നമ്മുടെ സമരം? ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല. മനുഷ്യന്റെ ബാക്കിയുള്ള പണി കളയാൻ ഇതൊന്നും എത്താൻ പോണില്ല. ഇതിപ്പോ 35 ദിവസമായില്ലേ? അതിൽ കാര്യമില്ല സാറേ. തുടങ്ങിയപ്പോ എത്ര ആളുകൾ ഉണ്ടായിരുന്നതാ. ഇപ്പൊ എല്ലാം ഒഴിഞ്ഞു പോയി. ആ പത്മജ ടീച്ചറാണ് മെയിൻ. അവരാളെ കൂട്ടാൻ നോക്കുന്നുണ്ടോ മാരിയൊക്കെ? നമ്മളൊക്കെ എന്താ ഇവിടെ താമസിക്കുന്നവരല്ലേ? അവന്മാര് പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ. അതെ, വെറുതെ പണി കളയിക്കാൻ കുറെ സഹാക്കന്മാര്. അവരോട്ട് പണിയെടുക്കുകയില്ല, നമ്മളെ കൊണ്ട് പണിയെടുക്കാൻ സമ്മതിക്കുകയില്ല. നമ്മുടെ ഒരാളുടെ ജോലി പോയി ഇവരൊക്കെ നോക്കൂ? ഇല്ലല്ലോ. നമ്മുടെ മുതലാളിക്ക് എന്തായാലും പ്രത്യേകിച്ച് അനക്കൊന്നുമില്ല. ഇതിലപ്പുറം കണ്ടിട്ടുള്ളത് അയാൾ. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞ് മടുക്കും ഭാരങ്ങൾ നിർത്തിക്കൊള്ളു. നോക്കിക്കോ. അതെ. കളത്തിപ്പറമ്പിൽ കെമിക്കൽസ് അടച്ചുപൂട്ടുക. പരിസ്ഥിതി ചൂഷണം അവസാനിപ്പിക്കുക. കളത്തിപ്പറമ്പിൽ കെമിക്കൽസ് അടച്ചുപൂട്ടുക. സഫാനെ, അന്നെ കഴിച്ചേ. ബുക്കൊക്കെ എടുത്തു വെച്ചോ സഫാനെ? ഉച്ചക്കത്തേക്ക് ചോറും മോരും മീനും ഉള്ളു. കഴിക്കണം കേട്ടോ. ഈ വെള്ളത്തിന്റെ കയ്പോ? ചുമ്മാ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കാതെ സമയം കളയാതെ സ്കൂളിൽ പോകാൻ നോക്കും സഫാനെ. സാറേ, അത്രയും വെരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ്. ഇതെന്താ സാറേ ഒരു പാട് പേര്? വയസ്സൊക്കെ ആയില്ലേടോ, അപ്പൊ ഓരോ പാടുകളൊക്കെ വരും. ഇത് അതാണെന്നൊന്നും തോന്നുന്നില്ല. ഇനിയിപ്പം അങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും സാറൊന്ന് കാണിച്ചു നോക്കുക കേട്ടോ. കാണിക്കാം. സാറ് തമാശയല്ല, കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ആർക്ക് പാട് കണ്ടതായിട്ട് HR പറയുന്നുണ്ടായിരുന്നു. കാണിക്കാടോ. ഇതിപ്പോ എന്തായാലും താൻ വെരിഫൈ ചെയ്തിട്ട് അങ്ങ് അയച്ചുതരാം. എന്നാൽ ശരി സാറേ, ഞങ്ങൾ പ്രോസസ് ചെയ്തേക്കാം. ശരി. ഇത് ഫാക്ടറിയിലെ കെമിക്കൽ ചോർച്ചയാണ്. നമ്മുടെ മണ്ണും വായുവും എല്ലാം ഈ ഫാക്ടറി കാരണം നമുക്ക് നഷ്ടമാകും. പലതരത്തിലുള്ള അസുഖങ്ങളും നമുക്കുണ്ടാകും. നമ്മൾ കുടിക്കുന്നത് വെള്ളമല്ല, വിഷമാണ്. സഫാൻ പറഞ്ഞതേ ഉള്ളൂ, വെള്ളത്തിന് എന്തോ കയ്പുണ്ടെന്ന്. പക്ഷെ ഞാൻ അത്ര കാര്യമൊക്കെ എടുത്തില്ല. നമ്മുടെ ജലം മാത്രമല്ല, വായുവും മണ്ണും എല്ലാം ഈ ഫാക്ടറിയുടെ കെമിക്കൽസ് കാരണം നശിക്കപ്പെടുകയാണ്. ഈ ഫാക്ടറി ഇവിടെ നിന്ന് ഇല്ലാതാകണം, എന്നാലേ നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുള്ളൂ. പ്രസിഡന്റ് വന്നല്ലോ. വെറുതെ ഓരോന്ന് കഴിച്ചെടുക്കാൻ വരട്ടെ. ഇതെന്താണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് അറിയാമല്ലോ. അപ്പോൾ അറിയാൻ പറ്റുമല്ലോ. ടെസ്റ്റ് ചെയ്യണം, എന്നാലേ അറിയാൻ പറ്റൂ. എല്ലാവരും ദയവ് ചെയ്ത് പിരിഞ്ഞു പോകണം. നാളെ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ ആൾ വരും. എന്നാൽ അപ്പോൾ അറിയാം.
ഇവിടുത്തെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം വന്നിട്ടുണ്ട്. നമ്മൾ കരുതിയതുപോലെ തന്നെ കളത്തിപ്പറമ്പിൽ കെമിക്കൽസ് എന്ന ഈ ഫാക്ടറിയുടെ മാരകമായ വിഷങ്ങൾ ഈ വെള്ളത്തിൽ കലർന്നിട്ടുമുണ്ട്. ഈ വെള്ളത്തിൽ മാത്രവുമല്ല, നമ്മുടെ വീടുകളിൽ വരുന്ന എല്ലാ വെള്ളത്തിലും ഇതേ വിഷാംശം കലർന്നിട്ടുമുണ്ട്. സ്കിൻ ക്യാൻസർ ഉൾപ്പെടെയുള്ള പല മാരക രോഗങ്ങളും ഈ വിഷാംശം കാരണം നമ്മൾക്കുണ്ടാകാം. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും രോഗികളായാണ് ഇവിടെ ജനിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ് നമ്മളിവിടെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇതിനെതിരെ സമരം ചെയ്യണം. നമ്മളേതും ജീവൻ വെച്ച് ആരും അങ്ങനെ പണം ഉണ്ടാക്കണ്ട. കളത്തിപ്പറമ്പിൽ കെമിക്കൽസ് അടച്ചുപൂട്ടുക. എന്താ ചേട്ടാ ഇവിടെ നടക്കുന്നത്? അത് പിന്നെ നമ്മുടെ കമ്പനി കാരണം ഇവിടുത്തെ വെള്ളം എല്ലാം മലിനമായി പോകുന്നതെന്നാ പറയുന്നത്. അതിന്റെ സമരമാണ്. എന്നാ ഞാനും കൂടാ. കൂടിക്കോ. അടച്ചുപൂട്ടുക. പരിസ്ഥിതി ചൂഷണം. ഗേറ്റ് പൂട്ടിയേക്ക്. വികസനവും വളർച്ചയും മനുഷ്യർക്ക് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ നമ്മുടെ മണ്ണും വെള്ളവും വായുവും ആവാസ വ്യവസ്ഥയും നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള വികസനം നമുക്ക് ആവശ്യമില്ല. നമ്മൾ അനുഭവിക്കുന്ന വിഭവങ്ങളൊക്കെ നമ്മുടെ വരും തലമുറയ്ക്കും അവകാശപ്പെട്ടതാണ്. മണ്ണിനെയും ഭൂമിയെയും ആവാസ വ്യവസ്ഥയും സ്നേഹിച്ചും സംരക്ഷിച്ചും കൊണ്ടുള്ള ഒരു വികസനമാണ് നമുക്ക് വേണ്ടത്. അതിനായി യാതൊരുവിധ ചേരുതിരിവുകളുമില്ലാതെ നമുക്ക് ഒറ്റക്കെട്ടായി പോരാടാം.